സ്നേഹികളായ ആളുകൾ കൊടുക്കുന്നത്. അവർക്ക് പുല്ലും വൈക്കോലും ഇതൊക്കെയാണ് കൊടുക്കുന്നതെങ്കിലും അവരുടെ തലയിൽ തലോടാറുണ്ട്. പക്ഷേ അതുപോലും അത് ചെയ്തിട്ടില്ല. മേശപ്പുറത്ത് ചൊരിഞ്ഞിട്ട് കൊടുത്തിട്ട് പോവുകയാണ്, അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ അവരുടെ വീട്ടിൽ നിന്നുള്ള സ്ത്രീകൾ അവർ കഴിച്ചു കഴിഞ്ഞ ഭക്ഷണത്തിൻ്റെ അടക്കം ബാലൻസ് റൊട്ടികൾ ഇങ്ങനെ കൊണ്ടുവന്ന് ചാണകത്തറയിലിട്ട് കൊടുക്കും. അവിടെ നിന്ന് പെറുക്കിയിട്ടാണ് ഇവർ കൊണ്ടുപോയി കഴിക്കുന്നത്. പക്ഷേ വി മുരളീധരൻ ആദ്യമായാണ് ഒരു MLA ആവുന്നത്. മുൻപ് അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹം അവിടെ പെരുമാറിയ രീതി അയിത്താചരണം തന്നെയാണ്. അത് കുറ്റകരമായൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും അത് നിയമപരമായ നടപടിക്ക് വിധേയമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമസ്കാരം. ഏറെ പ്രതീക്ഷയോടെയാണ് ഓരോ വിദ്യാർത്ഥിയും വിദ്യാലയത്തിൻ്റെ പടി കടന്നെത്തുന്നത്. അറിവ് തേടിയുള്ള യാത്രയുടെ ആദ്യ ദിനം ഏറ്റവും മനോഹരമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവേശനോത്സവങ്ങൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കപ്പെടുന്നത്. അത്തരത്തിൽ നടത്തിയൊരു പ്രവേശനോത്സവമാണ് വലിയ വിവാദങ്ങളിൽ കലാശിച്ചിരിക്കുന്നത്. കട്ടേല ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്നുള്ള പ്രവേശനോത്സവത്തിൻ്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെടുകയാണ്. കുട്ടികൾക്ക് മുന്നിലേക്ക് മിഠായി വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന MLA കൂടിയായ വി മുരളീധരനെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഈ വിഷയമാണ് ഇന്ന് ഇൻ ബിറ്റ്വീനിൽ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. ഈ കട്ടേല അംബേദ്കർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പൊതുവെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും വലിയ വിമർശനങ്ങൾ ഉയരുന്നത് അല്ലെങ്കിൽ വലിയ വിമർശനങ്ങൾ വരുന്നത് കുട്ടികൾക്ക് മുന്നിലേക്ക് ആ ദൃശ്യങ്ങളുടെ ഒരു തുടക്കം എങ്ങനെയാണ്? ആ സീക്വൻസിൻ്റെ തുടക്കത്തിൽ മന്ത്രി ഒരു മിഠായിയുടെ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ആദ്യത്തെ കുട്ടി അറിയാതെ കൈ നീട്ടുന്നുണ്ട്. അപ്പോൾ കൈ നീട്ടുമ്പോഴുള്ള ആ കുട്ടിയിലേക്ക് അത് കൊടുക്കുന്നതിന് പകരം മന്ത്രി ചെയ്യുന്നത് മിഠായിയുടെ കവറുകൾ പൊട്ടിച്ച് കുട്ടികൾക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ രണ്ട് കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഒന്ന്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആരോപിക്കപ്പെടുന്നത് പോലെ വലിയ രീതിയിലുള്ള അയിത്ത ചിന്താഗതി. കാരണം ഇത് ആദിവാസി വിഭാഗങ്ങൾ പഠിക്കുന്ന അത്തരം പിന്നോക്ക വിഭാഗക്കാർ ധാരാളമുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ അത് കാണിക്കുന്നത് അയിത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഉള്ളിലുള്ള ഈ മനുസ്മൃതിയുടെ ഗന്ധം തികട്ടുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട്. മറ്റൊന്നെന്ന് പറയുന്നത് ഇനി അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പല ഹാൻഡിലുകളും ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ മന്ത്രി കുട്ടികൾക്ക് ആവശ്യമുള്ള മിഠായി എടുത്തുകൊള്ളട്ടെ എന്നുള്ള രീതിയിൽ കൊടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയും അൺസിവിലൈസ്ഡ് എന്ന് പറയേണ്ടി വരും. തീർത്തും ഒരു രീതിയിലുള്ള മര്യാദയും ഇല്ലാതെ നമ്മൾ കുട്ടികളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്, ഒരു പരിഷ്കൃത മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ വരെ ലംഘിക്കുന്ന രീതിയിൽ കന്നുകാലികൾക്ക് തീറ്റയിട്ട് കൊടുക്കുന്ന അത്ര ലാഘവത്തോടെ കുട്ടികളോട് പെരുമാറുകയാണ്. നമ്മൾ കുട്ടികളെ സ്കൂളുകളിലേക്കൊക്കെ കൊണ്ടുവരുന്നത് പല വലിയ രീതിയിൽ അറിവിൻ്റെ വാതിലുകൾ തുറക്കുക എന്നാണ് പറയുക. അവൻ്റെ ജ്ഞാനം തേടിയുള്ള അറിവ് തേടിയുള്ള യാത്രയുടെ ആദ്യത്തെ ദിവസമാണ്. അവിടെ അവർക്ക് കൊടുക്കുന്ന മാതൃക തീർത്തും അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള അപരിഷ്കൃതമായിട്ടുള്ള ഒരു മാതൃകയാണ്. നിങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടിട്ട് തരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ വാരിത്തു കൊള്ളുക. അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റിലും ഈ വിഷയം വളരെ ഗൗരവതരമായതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഇൻ ബിറ്റ്വീനിൽ ഈ വിഷയം ചർച്ച ചെയ്യാനെടുക്കുന്നത്. ഇതിൽ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ, ഈ അയിത്തം എന്ന് പറയുന്നത് ഭരണഘടന അനുച്ഛേദം 17 തന്നെ വിലക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വി മുരളീധരൻ്റെ ഈ നിലപാടിനെ, ഈ നടപടിയെ അത്തരത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് വലിയ തോതിലുള്ള ഒരു അയിത്താചരണം തന്നെയാണ് നടത്തിയത്. എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത് ഡോക്ടർ അംബേദ്കറുടെ പേരിലാണ് ആ സ്കൂൾ നിലവിലുള്ളത്. അംബേദ്കർ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളാണ്. ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി. അംബേദ്കറുടെ ആത്മകഥാപരമായൊരു എഴുത്തിൽ അദ്ദേഹത്തിൻ്റെ സ്കൂൾ ജീവിതകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മറ്റു കുട്ടികൾ ബെഞ്ചിലും ഒക്കെ മേശയിലുമൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ പുറത്തൊരു ചാക്ക് വിരിച്ചിരുന്ന് പഠിക്കേണ്ടി വരുന്ന ഗതികേടിലായിരുന്നു എൻ്റെ ബാല്യം എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. ഇത് റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്ന് പറയുക ഒരു തരത്തിൽ ആ നിലയിലാണ് ഈ ഒരു വി മുരളീധരൻ എന്ന MLA ഈ കുട്ടികളോട് പെരുമാറിയത്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ്. അത് ഗോത്രവർഗ പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റെസിഡൻഷ്യൽ സ്കൂളാണ്. ആ പെൺകുട്ടികളാണ് അവിടെ പഠിക്കുന്ന ഭൂരിപക്ഷവും. പക്ഷേ അവരുടെ പ്രതിഭ പലതരത്തിൽ തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. കലാകായിക മത്സരങ്ങളിൽ, അതുപോലെ തന്നെ പഠനത്തിൽ 100% വിജയശതമാനമുള്ള ഒരു റെസിഡൻഷ്യൽ സ്കൂളാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ പൊതുസമൂഹത്തിലേക്ക് വലിയ തോതിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സ്കൂളാണ് റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്ന് പറയുന്നത് വിഭാവന ചെയ്തിരിക്കുന്നത്. അവരെ പരമാവധി വളർത്തിയെടുക്കുക എന്നുള്ളത്, സമൂഹത്തിൽ അവർക്കെതിരെയുള്ള വിവേചനങ്ങളോ ഏതെങ്കിലും തരത്തിൽ അകറ്റി നിർത്തലുകളോ ഒഴിവാക്കി അവരെ കഴിവും പ്രതിഭയുമുള്ളവരാക്കി പുറത്തേക്ക് വിടുക എന്നുള്ളതാണ് അത്തരം സ്കൂളുകളുടെ ഒരു സങ്കല്പം തന്നെ. പക്ഷേ വി മുരളീധരൻ ആദ്യമായാണ് ഒരു MLA ആവുന്നത്. മുൻപ് അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹം അവിടെ പെരുമാറിയ രീതി അയിത്താചരണം തന്നെയാണ്.
അത് കുറ്റകരമായൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും അത് നിയമപരമായ നടപടിക്ക് വിധേയമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ ബിനോയ് പറഞ്ഞൊരു വാക്ക് വളരെ കറക്റ്റാണ്. അൺസിവിലൈസ്ഡ് എന്ന് പറയുന്ന അപരിഷ്കൃതമായൊരു പെരുമാറ്റം തന്നെയാണ്. ഇന്ന് ജാതിയും ഐത്തവും ഏതെങ്കിലും തരത്തിൽ ഒരാൾ ആചരിക്കുന്നുണ്ടെങ്കിൽ അത് അൺസിവിലൈസ്ഡായ പെരുമാറ്റമാണ്, അപരിഷ്കൃതമായ പെരുമാറ്റം തന്നെയാണ്. ഇവിടെ വി മുരളീധരൻ കാണിച്ചതും അതേ അപരിഷ്കൃതമായ പെരുമാറ്റം. പരിഷ്കാരം എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രധാരണത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും മാത്രമൊന്നല്ല, നമ്മുടെ പുറമേക്കുള്ള പുറമോടിയിൽ മാത്രമല്ല, അവർ മറ്റ് മനുഷ്യരോട് എങ്ങനെ പെരുമാറുന്നു, ഒരു ജനാധിപത്യ സമൂഹത്തിൽ അപരനായൊരു മനുഷ്യനോട് അവൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ പരിഷ്കൃതവും അപരിഷ്കൃതത്വവും ഒക്കെ തിരിച്ചറിയുന്നത്. ഇവിടെ അപരിഷ്കൃതമായി തന്നെയാണ് ഈ വി മുരളീധരൻ എന്ന് പറയുന്ന BJP MLA പെരുമാറിയിരിക്കുന്നത്. ഇത് പറയുമ്പോൾ കേരളം കുറേ കൂടെ മുന്നേറിയൊരു, മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതർത്ഥത്തിലും മുന്നേറിയൊരു സംസ്ഥാനമാണ് ജാതി വിവേചനങ്ങളുടെ കാര്യത്തിലും ഐത്തത്തിൻ്റെ കാര്യത്തിലുമൊക്കെ. പക്ഷേ ഉത്തരേന്ത്യയിൽ ഈ BJP ഒക്കെ ഭരിക്കുന്ന പല സ്റ്റേറ്റുകളിലും, BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ മാത്രമല്ല മറ്റ് പാർട്ടികൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളിലും വലിയ തോതിലുള്ള വിവേചനങ്ങളും ഐത്താചരണങ്ങളും ഈ അക്രമങ്ങളുമൊക്കെ തന്നെ സവർണ വിഭാഗങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനം പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയാണ് ഒരു MLA ആയ ഒരാൾ, മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ഒരാൾ ഒരു സ്കൂളിൽ പോയി ആ കുട്ടികൾക്ക് ഒരു മിഠായി കയ്യിലെടുത്ത് കൊടുത്താൽ എന്താ സംഭവിക്കുക? അവർക്കൊരു സന്തോഷമായിരിക്കും. ഒരു മുൻ MLA ആയ ഒരാൾ ആ ഒരു കുട്ടിയുടെ കയ്യിലേക്ക് ഒരു മിഠായി എടുത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു മിഠായി അതിൻ്റെ ഇത് കളഞ്ഞുകൊണ്ട് അതിൻ്റെ പൊതി അഴിച്ചുകൊണ്ട് ഒരു മിഠായി അവളുടെ വായിൽ വെച്ച് കൊടുക്കുന്നു. ഇതൊക്കെ വളരെ കുട്ടികൾക്ക് സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. പകരം ഒരു മേശപ്പുറത്ത് ഇടുക എന്ന് പറഞ്ഞാൽ, ഇവരുടെ തന്നെ ഒരു നേതാവായ ഒരു കൃഷ്ണകുമാർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരാൾ നേരത്തെ പറയുകയുണ്ടായി, എൻ്റെ വീട്ടിലൊക്കെ പണ്ട് ഈ ഞങ്ങൾ ജോലിക്കാർക്ക് മണ്ണിൽ കുഴി കുത്തി ഭക്ഷണം കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് അവരുടെ പാത്രങ്ങൾ പോലും ഉപയോഗിക്കാൻ അനുവദിക്കാതെ മണ്ണിൽ കുഴി കുത്തി പാത്രം കൊടുത്തിരുന്ന ആളുകളാണ് ഞങ്ങളുടെ ആളുകൾ, ഞങ്ങളുടെ മുൻ തലമുറക്കാർ എന്ന് വളരെ അഭിമാനപൂർവ്വമാണ് അന്ന് കൃഷ്ണകുമാർ പറഞ്ഞത്. അദ്ദേഹം പിന്നീട് തിരുവനന്തപുരത്ത് മത്സരിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. BJP ഒരു നേതാവ് തന്നെയാണ്. അപ്പോൾ ഈ പൊതുവിലുള്ള ഈ ഒരു മനോഭാവം തന്നെയാണ് വി മുരളീധരൻ കാണിച്ചത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വി മുരളീധരനും മലബാറിൽ നിന്നൊരു തീയനാണ്. തീയ സമുദായക്കാർ മലബാറിൽ വലിയ ഐത്തത്തിനും ജാതി വിവേചനത്തിനും ഇരയായ ആളുകളാണ്. സവർണ വിഭാഗങ്ങളിൽ നിന്ന് വലിയ ജാതി വിവേചനവും ഐത്തമൊക്കെ നേരിട്ട ആളുകളാണ്. അത് പാലക്കാട് ജില്ലയിലെ ഇപ്പം ഉള്ള ഐത്തത്തിനെതിരെയുള്ള സമരങ്ങൾ, ഇവിടെയൊക്കെ നടന്നിട്ടുള്ള മലബാർ മേഖലയിലൊക്കെ നടന്നിട്ടുള്ള വലിയ സമരങ്ങളൊക്കെ തിരുവിതാംകൂറിലൊക്കെ നടന്ന പോലെ ഇവിടെയും നടന്നിട്ടുണ്ട്. ആ വിവേചനം അനുഭവിച്ച ഒരു തീയ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഇതേ പെരുമാറ്റം ഒരു ട്രൈബൽ കുട്ടികളോട് കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ജാതിയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ജാതി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ സവർണർ ഐത്തജാതിക്കാരോട് കാണിക്കുന്നത് മാത്രമല്ല, അത് ഏറ്റക്കുറച്ചിലുകളുള്ള ഒരു സംഗതിയാണ്. അത് താഴേക്ക് വരുമ്പോൾ അത് തൊട്ട് താഴെയുള്ള വിഭാഗങ്ങളെ ചവിട്ടുക എന്നുള്ളതാണ് ജാതിയുടെ ഒരു സ്വഭാവം. ഇത് കുട്ടികളിൽ മാനസികമായി ഉണ്ടാക്കുന്ന വലിയൊരു ആഘാതമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് 1935 മുൾക്രാജ് ആനന്ദ് എഴുതിയൊരു പുസ്തകമുണ്ട്, ദ അൺടച്ചബിൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ ബാക്ക എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ ഭക്ഷണം തേടിയിട്ട് തോട്ടിപ്പണി ചെയ്യുന്ന ബാക്കയ്ക്ക് സ്വന്തമായി ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനോ വെള്ളം പോലും അങ്ങനെ സ്റ്റോർ വെക്കാനുള്ള അവകാശമില്ല. അപ്പോൾ ബാക്ക ഈ തോട്ടിപ്പണി കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടാണ് വരിക. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇറയത്ത് വന്നിട്ട് ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ, അവരുടെ വീട്ടിൽ നിന്നുള്ള സ്ത്രീകൾ, അവർ കഴിച്ചു കഴിഞ്ഞ ഭക്ഷണത്തിൻ്റെ അടക്കം ബാലൻസ് റൊട്ടികൾ ഇങ്ങനെ കൊണ്ടുവന്ന് ചാണകത്തറയിലിട്ട് കൊടുക്കും. അവിടെ നിന്ന് പെറുക്കിയിട്ടാണ് ഇവർ കൊണ്ടുപോയി കഴിക്കേണ്ടത്. അപ്പോൾ ആ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്ന അയാളുടെ മാനസികാഘാതം മുൾക്കരാജൻ്റെ വലിയ രീതിയിൽ ആ നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട്. വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് വന്നിരുന്ന, നമ്മൾ നാണക്കേടായി കരുതിയിരുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റം പല തരത്തിൽ നമ്മൾ അറിയാതെ തന്നെ, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വി മുരളീധരൻ അത്ര കോൺഷ്യസോട് കൂടിയിട്ടല്ലായിരിക്കും ഒരുപക്ഷെ അത് ചെയ്തിട്ടുണ്ടാവുക. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് അദ്ദേഹത്തിന് അതിൽ പ്രേരിപ്പിക്കുന്നത്. മനോഭാവമാണ്. കാരണം ഏറ്റവും ജാതിയും നമ്മുടെ മനസ്സിനകത്ത് നിലനിൽക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ നിന്ന് അസിമുലേറ്റ് ചെയ്ത് രൂപപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അതായത് നമ്മളിപ്പോൾ പറയാറുണ്ട്, ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയാറുണ്ട്. ഒന്ന് സംഘപരിവാർ രൂപപ്പെടുത്തിയവർ, അത്തരക്കാരോട് നമുക്ക് സംവാദങ്ങളോ ചർച്ചകളോ ഒന്നുമില്ല. മറ്റൊന്ന് സംഘപരിവാറിനാൽ സ്വാധീനിക്കപ്പെട്ടവർ.
അവർ ഒരു പക്ഷേ അവരുമായി നമുക്ക് സംവദിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അവരെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വിഷയം. നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഒരു ഗോൾ എന്ന് പറയുന്നതാണ്. അവരെങ്കിലും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ അഭ്യസ്ത വിദ്യരെന്ന് സ്വയം അഭിമാനിക്കുന്ന, വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസ പുരോഗതി കൈവരിച്ചു എന്ന് കരുതുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുന്നിൽ ആദിവാസികൾ കൂടുതലുള്ള ഒരു സ്കൂളിൽ, ആദിവാസി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ മിഠായികൾ കുട്ടികൾക്ക് മുന്നിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഗസ്റ്റർ വലിയ രീതിയിലുള്ള ഒരു പ്രകോപനമാണെന്ന് മാത്രമല്ല, വലിയ രീതിയിൽ നമ്മുടെ സാമൂഹിക സിസ്റ്റത്തെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഈ കുട്ടികളാണെങ്കിലും അവർക്ക് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എല്ലാ മനുഷ്യർക്കും അഭിമാനബോധം എന്നുള്ള ഒരു സംഗതി തന്നെയാണ് അവരെ നിലനിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലേക്ക് ഞാനൊരു സാധനം വലിച്ചെറിഞ്ഞ് തരുമ്പോൾ ഞാൻ നിങ്ങളെ ബഹുമാനിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അതും ജാതി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് വലിയ തരത്തിലുള്ള അപമാനമാണ് സൃഷ്ടിക്കുന്നത്. തീർച്ചയായിട്ടും ജാതി എന്നുള്ളത് ഈ അധിക്ഷേപവും അപമാനവും തന്നെയാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കാണിക്കുന്ന അധിക്ഷേപവും അപമാനവുമാണ് യഥാർത്ഥത്തിൽ ജാതി. അത് തൊട്ടുകൂടായ്മ അവൻ്റെ മനസ്സിൽ കൂടിയാണ് മുറിവേൽപ്പിക്കുന്നത്. കുട്ടികളുടെ മനസ്സിൽ വലിയ മുറിവാണ് അത് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് MLA ആയിരിക്കും എല്ലാവരുടെയും ആളുകളാണ്. ഒരു MLA എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിലെ മാത്രമല്ല കേരളത്തിലെ എല്ലാ വിഭാഗക്കാരുടെയും പ്രതിനിധിയാണ് ഒരു MLA. ആ പ്രതിനിധി അത് ആ നിലയ്ക്ക് പെരുമാറുന്നില്ല എങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ആ കുട്ടികളുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. അവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, പട്ടിക വിഭാഗക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന KA തുളസി എന്ന് പറഞ്ഞ മന്ത്രി ഈ തൊട്ട് പിന്നിൽ ഈ മുരളീധരനൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. അവർ സ്വാഭാവികമായിട്ടും അതിൽ ഇടപെടേണ്ടതായിരുന്നു. അദ്ദേഹത്തെ തടയാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ആ മിഠായി എടുത്ത് ആ കുട്ടികൾക്ക് സ്നേഹപൂർവ്വം കൊടുക്കുക എന്നുള്ളൊരു കാര്യം ഉത്തരവാദിത്വം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അവിടെയാണ്. ഒന്ന് സംഘപരിവാറിനാൽ കൊണ്ടുവരപ്പെട്ട സംഘപരിവാറിനാൽ വളർത്തപ്പെട്ട ആളുകൾ, സംഘപരിവാറിനാൽ രൂപപ്പെടുത്തപ്പെട്ട ആ ഒരു ചിന്തയിൽ നിന്ന് മോൾഡ് ചെയ്യപ്പെട്ടെടുത്തുള്ള ആളുകൾ. മറ്റൊന്ന് ആ ചിന്താരീതിയാൽ സ്വാധീനിക്കപ്പെട്ടവർ. അപ്പം KA തുളസിയെ പോലെയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ദളിത് പശ്ചാത്തലമുള്ള, വളരെ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ള, ഏറെ വലിയ രീതിയിലുള്ള സാമൂഹ്യ പിന്നോക്കാവസ്ഥയോട് പൊരുതി കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അല്ല, ഞാൻ അവർ അവർ കാണിച്ചതല്ല, അവർക്ക് അതോട് പ്രതികരിക്കാനുള്ള, അത് തിരിച്ചറിയാനും പ്രതികരിക്കാനുമുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കതിന് സാധിച്ചില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ചിന്താഗതികളാൽ സ്വാധീനിക്കപ്പെടുകയാണ്. ഇതൊരു ന്യൂ നോർമലായിട്ട് ആയാലും പോലും നമ്മൾ ഇത് വളരെ നിഷ്കളങ്കമാണ്. ഇപ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന അതേക്കുറിച്ച് വരുന്ന ചർച്ചകളൊക്കെ ഭയങ്കര രസകരമാണ്. പല ആളുകളും പറയുന്നത് കുട്ടികൾക്ക് ആവശ്യത്തിന് മിഠായി വേണമെങ്കിൽ എടുത്തുകൊള്ളട്ടെ എന്ന് കരുതി ഡെസ്കിലേക്ക് ഇട്ട് കൊടുത്തതാണെന്നുള്ളതാണ്. നിങ്ങളുടെ കുട്ടികളെ സംസ്കാരം പഠിപ്പിക്കുന്നത് എങ്ങനെയാണോ, നിങ്ങൾ എത്ര പേർ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോട്, നിങ്ങളുടെ ഇപ്പോൾ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ മക്കളോടോ പേരക്കുട്ടികളോടോ, എനിക്കൊന്ന് അദ്ദേഹം പേരക്കുട്ടികളാവാനുള്ള പ്രായമൊക്കെ ഉള്ള ഒരാളായിരിക്കണം. അപ്പം ആ കുട്ടികളോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുക? ആ കുട്ടികൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ട് അദ്ദേഹം ആവശ്യത്തിന് എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് തറയിലിട്ട് കൊടുക്കുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പക്ഷെ നമ്മൾക്കത് ചോദിക്കാൻ നമ്മുടെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത്തരം ചോദ്യങ്ങളിൽ കടക്കുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന് കുറച്ചുകൂടെയെങ്കിലും ഈ വിഷയത്തിൽ ഇത്തരം സൈബർ ന്യായീകരണ തൊഴിലാളികളെങ്കിലും മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ കുട്ടികളെ സ്കൂളിലേക്ക് നമ്മൾ അയക്കുന്നത് സംസ്കാരവും ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൻ്റെ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണല്ലോ സംസ്കാരം. ആ സംസ്കാരത്തെ തന്നെ വലിയ രീതിയിൽ ഹനിക്കുന്ന ഒരു മോശം സംസ്കാരം കുട്ടികളിലേക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് കുട്ടികൾക്ക് മുന്നിലേക്ക് അലക്ഷ്യമായി ഇത്തരം സാധനങ്ങൾ വെച്ചത്. ജാതി എന്ന് നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ആ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, ജാതിക്കപ്പുറം ഇനി നമ്മൾ ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാലും മുരളീധരൻ്റെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഗസറാണ് കുട്ടികൾക്ക് ആവശ്യത്തിന് മിഠായി എടുത്ത് കഴിച്ചു കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അയ്യത്തജാതിക്കാരായ ആളുകൾ വെളിച്ചെണ്ണ വാങ്ങാൻ പോകുമ്പോൾ അവരുടെ കൈകളിൽ ഒഴിച്ചു കൊടുത്തിരുന്നു, തൊടാതിരിക്കാൻ വേണ്ടി. കുപ്പിയിൽ പോലും എടുത്തു കൊടുക്കില്ല, കാരണം കുപ്പി തൊട്ടാൽ അതിൽ അയിത്തമാകും. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൈക്കുമ്പിളിൽ ഒഴിച്ച് വെളിച്ചെണ്ണ എടുത്ത് എന്നിട്ട് അവർ തലമുടിയിൽ മേലൊക്കെ പുരട്ടുന്നൊരു പണ്ട് നിലനിന്ന 19-ാം നൂറ്റാണ്ടിലോ 20-ാം നൂറ്റാണ്ടിലോ ഒക്കെ നിന്നിരുന്നൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെയൊക്കെ ഒരു ആവർത്തനം തന്നെയാണ് ഈ കുട്ടികളോട് ഇദ്ദേഹം കാണിച്ചത്. പിഞ്ചു കുട്ടികളാണ്, അവർ വളർന്നു വരേണ്ട, സമൂഹത്തിൽ വലിയ ആളുകളായി മാറേണ്ട കുട്ടികളോടാണ് ഒരു അയിത്തം കാണിച്ചത്. യഥാർത്ഥത്തിൽ ഇത് ഒരു ഗൗരവമുള്ളൊരു വിഷയമായി കാണുകയും അതിനെതിരെ നടപടിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന് തക്ക തരത്തിലുള്ള സാമൂഹിക സമ്മർദ്ദം ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം.
ഇത് അങ്ങനെ വെറുതെ വിടാവുന്ന കാര്യമല്ല. കുട്ടികളോടെങ്കിലും മര്യാദയ്ക്ക് പെരുമാറാൻ MLA-മാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഒക്കെ തന്നെ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് അതാണ് നമ്മൾ ആ ഒരു പോയിന്റ് കൂടെ നമ്മളിവിടെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. കുട്ടികളോടെന്ന് എന്നല്ല, ആരോടും മര്യാദയോട് കൂടി, പ്രത്യേകിച്ച് കുട്ടികൾ എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് പഠിക്കുന്നവരാണ്. ഇത്തരം ഗസ്റ്ററുകൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശമുണ്ട്. അപ്പോൾ അവരോട് കുറച്ചുകൂടെ മര്യാദയായിട്ട്, എനിക്ക് ആ ദൃശ്യങ്ങളിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന കാര്യം, ആദ്യത്തെ കുട്ടി മന്ത്രി ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ആദ്യത്തെ കുട്ടി ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മന്ത്രി ഇത് പൊട്ടിക്കുന്നു, വീണ്ടും കുട്ടികളുടെ മുന്നിലൂടെ ഇങ്ങനെ കുടഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ അത് പെറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്നൊരു വിഷമം നമ്മൾ പല ആളുകളും പല സ്ഥലങ്ങളിൽ, ഇപ്പം നമ്മുടെ ത്രെഡുകളിൽ തന്നെ പലരും വന്ന് കമൻറ്റ് ചെയ്യുണ്ടായി, കന്നുകാലികൾക്ക് കൊടുക്കുന്ന പോലെ പശുവിന് പുല്ല് കൊടുക്കുന്ന, കന്നുകാലികൾക്ക് കുറച്ചുകൂടെ സ്നേഹപൂർവ്വമാണ് കൊടുക്കുന്നത്, അവർ ഗോഭക്തന്മാരാണ്. അതെ. അപ്പോൾ പശുക്കൾക്ക് കൊടുക്കുമ്പോൾ പശുക്കളുടെ പിന്നിൽ തലോടിക്കൊണ്ട് അവരെ സ്നേഹപൂർവ്വമൊക്കെയാണ് അവർക്ക് സ്നേഹികളായ ആളുകൾ കൊടുക്കുന്നത്. അവർക്ക് പുല്ലും വൈക്കോലും ഇതൊക്കെയാണ് കൊടുക്കുന്നതെങ്കിലും അവരുടെ തലയിൽ തലോടാറുണ്ട്. പക്ഷേ അതുപോലും അത് ചെയ്തിട്ടില്ല. ആ മേശപ്പുറത്ത് ചൊരിഞ്ഞിട്ട് കൊടുത്തിട്ട് പോവുകയാണ്, അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് എന്നുള്ളതാണ് അതിലേറ്റവും. അതിലെ ആ ഒരു അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തിരിച്ചറിയാൻ മന്ത്രിയും പരാജയപ്പെട്ടു എന്നുള്ളത് സങ്കടപൂർവ്വം പറയേണ്ട ഒരു കാര്യമാണ്. മന്ത്രി ഇടപെടേണ്ട വിഷയമാണ്. അത് അദ്ദേഹത്തെ തടയാൻ കഴിയില്ല. ഇപ്പോൾ ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഒരു തടയാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും മന്ത്രി തന്നെ നേരിട്ട് ആ കുട്ടികൾക്ക് മിഠായി എടുത്ത് കൊടുക്കേണ്ടതായിരുന്നു. മന്ത്രിയുടെ പക്ഷേ അതിന് മുമ്പ് അവരത് കാണിച്ചിട്ടുണ്ട്. സ്കൂളിൽ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ആ കുട്ടികളെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. K. തുളസി എന്ന മന്ത്രി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അവർ ഇടപെട്ടില്ല എന്നുള്ളതൊരു നിരുത്തരവാദപരമായ പെരുമാറ്റമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മന്ത്രിയുടെ വകുപ്പ് കൂടെ മാനേജ് ചെയ്യുന്ന ആ വകുപ്പിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും ഒരുപക്ഷെ പിന്നോക്ക വിഭാഗത്തിൻ്റെ മന്ത്രിസഭയിലെ തന്നെ ഒരു പ്രതിനിധിയാണ്. അപ്പോൾ ആ ഒരു എല്ലാ ഫാക്ടറുകളും കൂടെ കണക്കിലെടുക്കുമ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ചും മന്ത്രി അല്ലാതെ പിന്നെ ആര് എന്നൊരു ചോദ്യം നേരത്തെ LDF സർക്കാരിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിലൊക്കെ, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ആ മന്ത്രി അല്ലാതെ പിന്നെ ആര്, അവർ കുറച്ചുകൂടെ മുൻകൈ എടുത്തിട്ട് അത് ഇടപെടേണ്ടതായിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ പക്വമായിട്ടുള്ള തീരുമാനം പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവേണ്ടതുണ്ടായിരുന്നു. അത് നിരാശാജനകമെന്ന് പറയട്ടെ, K. തുളസിയുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടായില്ല. വളരെ വേദനാജനകമാണ്. പിന്നെ ഇത് നമുക്ക് ഈ കേരളത്തിൽ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, കേരളത്തിൽ ഇപ്പോൾ ഞാനും ഇടയ്ക്ക് പറഞ്ഞിരുന്നു, കേരളത്തെ കമ്പാരിറ്റബിളി കേരളം മുന്നിലാണെന്ന് പറഞ്ഞത്. പക്ഷേ കേരളത്തിലും അയിത്തവും ജാതി വിവേചനമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരു രജിസ്ട്രേഷൻ IG ആയിരുന്ന ഒരാൾ ആ സ്ഥാനത്ത് നിന്ന് വിരമിച്ചപ്പോൾ ആ ഓഫീസിൽ ചാണകവെള്ളം മുക്കി കഴുകിയ ഒരു നാടാണ് കേരളം എന്ന് ഇപ്പോഴും നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ പലതരത്തിലുള്ള ജാതി വിവേചനങ്ങൾ അയിത്തവും ഒക്കെ ആചരിക്കാറുണ്ട്. ഒരു ചെറുപ്പക്കാരനായ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ്, ഡെൻ്റൽ സ്റ്റുഡൻറ്റിനെ ജാതീയമായ വിവേചനങ്ങളുടെ പേരിലാണ്, അത്തരം അധിക്ഷേപങ്ങളുടെ പേരിലാണ് അവൻ മരണത്തിലേക്ക് പോയത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു MLA ആയ ഒരാൾ അത് ആ രീതിയിൽ ചെറിയ കുട്ടികളോട് പെരുമാറിയോ എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യം. കേരളത്തിനത് പൊറുപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതേ കേരളത്തിൽ തന്നെയാണ് ഇതിനെതിരെയുള്ള വലിയ ശബ്ദങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് അത് കേരളത്തിൽ വലിയൊരു ചേരിയുണ്ട് ഇതിനെതിരെ ശക്തമായി എതിർക്കുന്ന, ഇത്തരം നിലപാടുകളെയും കാഴ്ചപ്പാടുകളെയും ശക്തമായി ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു ചേരി എന്തായാലും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ രീതിയിൽ മണിക്കൂറുകൾക്കകം വലിയ ചർച്ചയായിട്ട് മുൻ മന്ത്രിമാരടക്കമുള്ള ശിവൻകുട്ടി അവിടെ വരുന്നു, A. റഹീം വരുന്നുണ്ട്, അങ്ങനെ കോൺഗ്രസിൽ തന്നെ പല നേതാക്കളും വരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതികരണം വരുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത നമുക്കുണ്ടാവില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സംസ്ഥാനങ്ങളിൽ തിരിച്ചടിക്കുന്ന ഇത്ര പെട്ടെന്ന് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വേറെ തന്നെ കാണേണ്ടതുണ്ട്. തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും നടക്കില്ല. തമിഴ്നാട്ടിലൊക്കെ സംഘടിതമായി തിരിച്ചടിക്കുന്ന സ്വഭാവമുണ്ട്. ഇതിന് ഉത്തരേന്ത്യയിൽ പോലും അവരുടേതായ സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് ഭൂസ്വാമിമാരെ നേരിടുന്ന, പ്രതിരോധിക്കുന്ന, ഇങ്ങനെ ഒരു ഗസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ ഇതിന് ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവുന്ന ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ വലിയൊരു ശക്തമായൊരു ചേരി ഇതിനെ തിരിച്ചറിയുകയും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ പ്രതിരോധിക്കുകയും ചെയ്യുന്ന വലിയൊരു ചേരിയുണ്ട്. ആ ചേരിയോട് ചേർന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പല പ്രതികരിക്കേണ്ട ആളുകളുടെ ഭാഗത്തു നിന്നും ഇനിയും പ്രതികരണം വൈകുന്നതും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതിരിക്കുന്നതുമൊക്കെ വലിയ കുറ്റകരമായ അനാസ്ഥ. പ്രതികരണങ്ങൾ മാത്രം പോരാന്ന് ഞാൻ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ നടപടി, അദ്ദേഹം മാപ്പ് പറയിക്കുക, മാപ്പ് പറയും. MLA എന്നതിൽ ആ കുട്ടികളെ സന്ദർശിച്ച് മാപ്പ് പറയണം. അതൊന്നാമത്തെ കാര്യം. ഇതൊരു ഒരു കുറ്റകരമായൊരു കാര്യമാണെന്ന് അദ്ദേഹത്തെ ബോധിപ്പിക്കുന്ന തരത്തിൽ ആരെങ്കിലും പരാതി കൊടുത്തിട്ട് ഒരു കേസ്, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന പ്രകാരം ഉള്ള ഒരു കേസ്, അയിത്താചരണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസെങ്കിലും എടുപ്പിക്കേണ്ടതുണ്ട്. ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ അങ്ങനെ നിയമപരമായും ഒക്കെ തന്നെ ഇത് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്നാണ് എൻ്റെ അഭിപ്രായം.
തീർച്ചയായും ഈ നമ്മൾ ചർച്ച ചെയ്ത വിഷയം വലിയ രീതിയിൽ കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹിക സങ്കല്പങ്ങൾക്ക്, നമ്മൾ ആർജിച്ചെടുത്ത മൂല്യങ്ങൾക്ക്, ആ മൂല്യങ്ങളെ വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് പലയിടത്തും വിലയിരുത്തപ്പെടുന്നത്. എന്തു തന്നെയായാലും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഡെവലപ്മെൻറ്റുകളുണ്ടാവും. കാത്തിരിക്കാം. വീണ്ടും അടുത്ത വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.